ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ചോപ്പർ ബൈസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ 6mm ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കമ്പി ഈ സീറ്റിൻ്റെ ഒരു ഏകദേശം ഷേപ്പിലൊന്ന് വളച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സീറ്റിൻ്റെ ഒരു സൈഡിൻ്റെ ഷേപ്പിലാണ് വളച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ 2 കമ്പി വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 കമ്പി ഒരേ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് രണ്ടും കൂടെ വെച്ചൊന്ന് സ്പോട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വളച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 കമ്പിയും കൂടെ ചേർത്ത് വെൽഡ് ചെയ്ത് വെച്ചിട്ട് ഒരേ ഷേപ്പിൽ വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇനി നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ സീറ്റിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തൊക്കെ കമ്പി കുറച്ച് നീളം കൂടുതൽ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ഈ സീറ്റിൻ്റെ ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗത്തുള്ള കർവ് കുറച്ചും കൂടെ റെഡിയായി വരാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വളച്ചെടുക്കണം. അപ്പോൾ നമ്മളത് വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 ജോയിൻറ്റ് വരുന്ന ഭാഗവും വെൽഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഫ്രെയിമിൽ ഏകദേശം ഷേപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ മുകളിലേക്കൊരു കർവും കൂടി വരാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ബെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രെയിമിനെ ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 0.8mm ഷീറ്റാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കർവ് വരുന്ന ഭാഗം കൂടെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഷീറ്റിനെ ഇതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ അത് നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പട്ട നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇത് ചെറിയ ടൈപ്പ് 8 ഇഞ്ചസിൽ വരുന്ന ബുഷാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കമ്പി കഷ്ണം ഇതുപോലെ വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ വെൽഡ് ചെയ്ത് വെച്ച പട്ടയുടെ പുറത്ത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മൾ 1 ഇഞ്ചിൻ്റെ ആംഗ്ലർ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഹോൾഡ് എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വെൽഡ് ചെയ്ത് വെച്ച ബുഷിൽ നെട്ടും ബോൾട്ടും ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ സീറ്റ് ഈ ഒരു രീതിയിലാണ് ഫ്രെയിമിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആംഗ്ലറിനെ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ ബാക്ക് സൈഡ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ 2 പൈപ്പ് നമ്മൾ സീറ്റ് സ്റ്റൈൽ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റിൽ ഇതുപോലെ ഒരു പട്ട നമ്മൾ ക്രോസ് ആയിട്ട് വെൽഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നമ്മൾ 2 6mm ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഈ സ്പ്രിങ് നമ്മൾ ഇതുപോലെയുള്ള പഴയ സൈക്കിളിൻ്റെ സീറ്റിൽ നിന്ന് ഊരിയെടുത്താണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്പ്രിങ്ങിനെ നട്ടും ബോൾട്ടും ഇട്ടിട്ട് നമുക്ക് സീറ്റിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 സ്പ്രിങ്ങും സീറ്റിൻ്റെ 2 അറ്റത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെ ഹോൾട്ട് എടുത്ത ഒരു പട്ടയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്പ്രിങ്ങിൻ്റെ മറ്റേ അറ്റത്തായിട്ട് നെട്ടും ബോൾട്ടും ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സീറ്റിനെ നമ്മൾ സൈക്കിളിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ സ്പ്രിങ്ങിൻ്റെ അടിയിൽ വരുന്ന പട്ട നമ്മൾ നേരത്തെ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് വെച്ച പൈപ്പിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളിനി ഈ പട്ടയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 6mm ഒരു കമ്പി വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റിനെ സ്പോഞ്ച് വെച്ച് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ആ സ്പ്രിങ് ഫിറ്റ് ചെയ്യുന്ന ബോൾട്ടിൻ്റെ ഹെഡൊക്കെ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വെൽഡിങ് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കണം. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിന്നെ സ്പോഞ്ച് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഴയൊരു ബൈക്കിൻ്റെ സീറ്റ് ആക്രിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്പോഞ്ചിനെ സീറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്പോഞ്ചിനെ നമുക്ക് സീറ്റിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ SR ആണ് ഗമ്മായിട്ട് ഉപയോഗിക്കുന്നത്.
SR ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഗമ്മ് 2 സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒട്ടി സെറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ പേപ്പർ ഇട്ട് ഗ്രൈൻഡ് ചെയ്തൊന്ന് ഫിനിഷാക്കി എടുക്കണം. അപ്പോൾ നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വേറെ പീസ് സ്പോഞ്ച് ഒട്ടിച്ചിട്ട് നമ്മളതൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ റെക്സിൻ വെച്ച് കവർ ചെയ്യണം. അപ്പോൾ നമ്മുടെ പഴയ സീറ്റിലുണ്ടായിരുന്ന റെക്സിൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഈ സീറ്റിനെ നമുക്ക് ഇതിൽ വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പശ തേക്കേണ്ട ഭാഗമാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ SR നമ്മൾ 2 സൈഡിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ റെക്സിനെ സ്പോഞ്ചിൽ ഒട്ടിച്ച് വയ്ക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ സൈഡും ഒരുവിധം ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിൽ എക്സ്ട്രാ ഉള്ള റെക്സിനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെക്സ് ക്വിക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കി ഒട്ടിച്ച് നിർത്തണം. അപ്പോൾ നമ്മുടെ സീറ്റ് റെക്സിനെല്ലാം ഒട്ടിച്ച് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സംരംഭമായതുകൊണ്ട് ഇതിൽ കുറച്ച് ചുളിവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതിൽ സ്പ്രിങ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സൈക്കിളിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ സീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതുപോലെ സമയമെടുത്ത് ഓരോരോ പാർട്ടായിട്ട് ചെയ്തു വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഫൈനൽ വീഡിയോ ഇടാനായിട്ട് വൈകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.